ശബരിമലയിലെ മിൽമ നെയ്യ് ക്രമക്കേട് സംബന്ധിച്ച് സ്വമേധയാ എടുത്ത ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തട്ടിപ്പിൽ PS പ്രശാന്ത് അടക്കമുള്ളവരുടെ പങ്കും അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിക്കും. കേസെടുത്ത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ശബരിമലയിലെ ഈ മിൽമ നെയ്യ് ക്രമക്കേട് വലിയ വിവാദമായിരിക്കുകയാണ്. ഇതിൽ ഒരു സ്വമേധയാ എടുത്ത ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നത്, അല്ലേ? KP രാഗിയുടെ സ്വമേധയെടുത്ത ഹർജി ഗൗരവപൂർവ്വം തന്നെ കോടതിയുടെ പരിഗണനയ്ക്ക് വീണ്ടും വരുന്നു എന്നത് തന്നെയാണ്. ശബരിമലയിലെ പല വിധത്തിലുള്ള ക്രമക്കേടുകൾ അങ്ങനെ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നിരുന്നു. അതിലൊന്ന് തന്നെയായിരുന്നു മിൽമ നെയ്യുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്രമക്കേട് കാര്യങ്ങൾ പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്വമേധയ പ്രത്യേക സംഘം അന്വേഷണം കേസെടുത്തത്. ഇത് സംബന്ധിച്ച് കേസെടുത്തതിൻ്റെയും ഇതുവരെയുള്ള പരിശോധനകൾ നടത്തിയതിൻ്റെയും അതിൻ്റെ റിപ്പോർട്ടും എല്ലാം തന്നെയാണ് കോടതിയിൽ പ്രധാനമായും നൽകുക. FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച വിവരം കോടതിയെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം ധരിപ്പിക്കുകയും ചെയ്യും. നെയ് വാങ്ങാൻ ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത്, ഒപ്പം തന്നെ ബോർഡ് അംഗം അജുകുമാർ എന്നിവരുടെ പങ്കും അന്വേഷണത്തിന്റെ പുരോഗതിയും എല്ലാം തന്നെയാണ്. ഇവർക്ക് എന്തെല്ലാമാണ് ഈ അജുകുമാറിനാണെങ്കിലും PS പ്രശാന്ത് ആണെങ്കിലും എല്ലാം തന്നെ എങ്ങനെയാണ് ഇതിൽ പങ്കാളികളായും മാറുന്നത്, എങ്ങനെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നീ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. ഒരു മാസത്തിന് ശേഷം ഒരു മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നത്. ഇതനുസരിച്ചാണ് തുടരന്വേഷണം മറ്റു നടപടികളും എല്ലാം തന്നെ പൂർത്തിയാക്കി ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയെ അറിയിക്കുന്നത്. ഒപ്പം തന്നെ SP MG സോജനെ ഹൈക്കോടതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു നെയ് ഇടപാടുകൾ നടന്നത്. ഈ ടെൻഡർ നടപടികൾ റദ്ദാക്കിയാണ് ലിറ്ററിന് ഏറ്റവും ഉയർന്ന വിലയായ 510 രൂപ എന്ന നിലയിൽ മിൽമയ്ക്ക് കരാർ നൽകിയത്. ഇതാണ് കൃത്യമായി തന്നെ ചോദ്യം ചെയ്തത്. സാധാരണ നിലയിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡറുകൾ പിടിക്കുന്നതിന് പകരം ഏറ്റവും ഉയർന്ന വിലയിൽ 510 രൂപ ആ സമയത്തുള്ള ഏറ്റവും ഉയർന്ന വിലയാണ്. ആ ഉയർന്ന വിലയിൽ നെയ്യ് വാങ്ങാൻ വേണ്ടി തയ്യാറായതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് 2025 ഏപ്രിൽ നൽകിയ കത്തിലൂടെ ഇക്കാര്യങ്ങൾ കമ്മീഷണർ എതിർത്തിരുന്നുവെങ്കിലും ഈ നടപടികളുമായി PS പ്രശാന്ത്, അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ PS പ്രശാന്തിന്റെ താല്പര്യങ്ങൾ എന്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും PS പ്രശാന്തിന് കൂടി ഈ വിഷയം വലിയ കുരുക്കായി മാറുന്നുണ്ട് വീണ്ടും കുരുക്കിലേക്ക് പോവുകയാണ്. കോടതിയുടെ നിലപാട്, നിരീക്ഷണം എന്തായിരിക്കും എന്നത് ഏറെ നിർണായകമാണ്.